ഹലോ, നമസ്കാരം. ഇന്നത്തെ പത്തര മാറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എൻ്റെ ചാനലിലെ സ്റ്റോറി മീഡിയ അതാദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണൊക്കെ അമർത്തി ഒരു ലൈക്കൊക്കെ ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണേ പ്ലീസ്. അപ്പോൾ നമുക്ക് കഥയ്ക്ക് വരാം. അപ്പോൾ നമ്മുടെ അനിയുടെ കൂടെയുള്ള കൂട്ടുകാരുമായിട്ട് ഇരിക്കണം. അപ്പോൾ ഒരുത്തം പുറത്തെന്തോ പോയിരിക്കുകയാണ് സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ട്, അതായത് വെള്ളമടിക്കാനുള്ള പരിപാടിയാണ് അവന്മാർ. അപ്പോൾ എന്നിട്ട് അറിയടാ, നീയൊന്ന് അവളെ നന്ദുവിനെ ഒന്ന് വിളിക്കടാ എന്ന് പറയണം. അപ്പോൾ ഒരു കൂട്ടുകാരനോട്. അപ്പോൾ അവൻ പറയടാ, നീ കാരണം ഇപ്പോൾ ഞങ്ങൾ ഫോൺ വിളിച്ചാൽ പോലും അവൾ ഫോൺ എടുക്കുന്നില്ല, പിന്നെ എങ്ങനെയാണ് വിളിക്കുക അറിയടാ, ഒന്ന് വിളിക്കടാ എന്ന് പറഞ്ഞു. ഒന്ന് വിളിക്കില്ല പ്ലീസ്, ഒന്ന് വിളിക്കടാ അറിയാൻ. അപ്പോൾ ശരി എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ട്. അപ്പോൾ നോക്കുമ്പോൾ അവിടെ ചെക്കിങ്ങിലാണ് നന്ദു. അപ്പോൾ എന്താടാ നോക്കിയപ്പോൾ, നീ എവിടെ അറിയും, ഞാൻ കുറച്ച് തിരക്കില്ല, ചെക്കിങ്ങിലാണ്, എന്താ അറിയും, ഒന്നുമില്ല എന്ന് പറയുമ്പോഴേക്കും അനി തട്ടിപ്പറിച്ച് വാങ്ങാണ് ഫോണ്. അപ്പോഴേക്കും അനി അറിയും, ഹലോ ഞാനാണ് എന്നറിയും. അപ്പോഴേക്കും നീ വെച്ചിട്ട് പോടാ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഫോൺ കട്ട് ചെയ്യണം. അപ്പോൾ അറിയടാ, അവൾ ഫോൺ വെച്ചു എന്ന് അറിയാനി. ഇതാ പറഞ്ഞത്, നീ വിളിക്കുമ്പോൾ നീ കാരണം ഇപ്പം ഞങ്ങളോടും കൂടി അവൾ സംസാരിക്കുന്നില്ല, ഞങ്ങളോടും കൂടി ദേഷ്യപ്പെട്ടിട്ടാണ് അവൾ സംസാരിക്കേണ്ടതെന്ന് പറയും. ഇതങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ എന്ന് പറയാണ് അനി. അപ്പോഴേക്കും മറ്റേ പയ്യൻ എന്ത് ചെയ്യും, വെള്ളമൊക്കെ ആയിട്ട് വാങ്ങിയിട്ട് വരും. അപ്പോൾ അവന് ജോലി കിട്ടി, ആദ്യത്തെ ശമ്പളം കിട്ടിയിട്ട് ആ പൈസയും കൊണ്ട് മറ്റവനൊരു പാർട്ടി കൊടുത്തത്. പക്ഷേ ഇവൻ മദ്യം വാങ്ങാനാണ് പോയി എന്ന് പറഞ്ഞപ്പോൾ അനി ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ അവന് വരും. അപ്പോൾ പറയും, എടാ നീ പോകുന്നില്ലേക്കുമ്പോൾ എനിക്കും വേണടാ ഒരു പെഗ് എന്ന് പറയണ്ട അനി. അപ്പോൾ പറയടാ, നീ കുടിക്കണം, നിൻ്റെ കല്യാണത്തിൻ്റെ തലേന്ന് തന്നെ കുടിച്ചിട്ട് അന്ന് ആദർശേട്ടനും ചേച്ചിയും വന്നിട്ട് ഞങ്ങൾ ഒരുപാട് ചീത്ത പറയും. അപ്പോൾ ഇതൊന്നും ഉണ്ടാവില്ല, ഇത് എനിക്കിന്ന് കുടിക്കണം, എനിക്കിന്ന് കുടിച്ചേ പറ്റുള്ളൂ. എടാ നീ കുടിച്ചിട്ട് ഇതിലിന്ന് അവിടെ ചെക്കിങ് ഉണ്ടെന്ന് പറയും. എവിടെ ചെക്കിങ് പറയുമ്പോൾ ഇന്ന സ്ഥലത്താണ് അവിടെ ചെക്കിങ് ഉണ്ടെന്ന് പറയും കേട്ടോ. അപ്പോൾ പിന്നെ ഹരം കയറി, അന്ന് എന്തായാലും കുടിച്ചിട്ട് തന്നെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അനി വെള്ളം കൂടെ ചേർക്കണ്ട ഒരു അരമുക്കാൽ ഗ്ലാസ് മദ്യം ഒഴിച്ചിട്ട് അങ്ങനെ കുടിക്കുക. അപ്പോൾ പറയടാ, നിങ്ങളൊക്കെ ഇതെങ്ങനെയാണ് കുടിക്കുന്നത്, ഇത്രയും വൃത്തികെട്ട സാധനം, ഇതിനെന്തൊരു ആക്രാന്തം മനുഷ്യന് കുടിക്കാൻ വേണ്ടിയിട്ട്, നിങ്ങളൊക്കെ ഇതെങ്ങനെയാണ് കുടിക്കുന്നത് എന്ന് അനിങ്ങനെ ചോദിക്കാൻ പറയും. ഞങ്ങൾക്ക് ആക്രാന്തമൊന്നുമില്ല, ഇന്നിപ്പോൾ ഇവൻ്റെ ജോലി കിട്ടിയിട്ട് ഇവന് ശമ്പളം കിട്ടിയ ദിവസമായിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒന്ന് കൂടാമെന്ന് വിചാരിച്ചു. അപ്പോഴൊക്കെയാണ് നീയും വന്നത് എന്ന് പറയും. അപ്പോൾ എന്നാൽ ശരി ഞാൻ പോവുകയാണ് അറിയാം. അപ്പോൾ ഏട്ടാ നീ പോവല്ലേ, ഈ കണ്ടീഷനിൽ പോവല്ലേ എന്ന് പറയും. നീ അവിടെ ചെക്കിങ് ഇടും, നീ അവളെ മുന്നിലൊന്നും പോയി പെടല്ലേ എന്ന് പറയും. അപ്പോൾ പറയും, പിന്നെ എന്താണ്, അതൊന്നുമില്ല, ഞാൻ പെടുന്നില്ല അറിയടാ, നീ ഇങ്ങനെ വെള്ളം ഒഴിക്കാണ്ട് ഇങ്ങനെ കുടിക്കരുത്, ഞങ്ങളൊക്കെ വെള്ളം ഒഴിച്ചിട്ടാണ് കുടിക്കേണ്ടത്, നീ എങ്ങനെ കുടിച്ച് വയ്ക്കുമ്പോൾ എന്തെങ്കിലും ആവട്ടെ, ഫിറ്റായാൽ മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവിടുന്ന് പോവാം. അപ്പോൾ നീ പറഞ്ഞ അനുസരിക്കുക അറിയും. ഞാൻ പോവാടാന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവിടുന്ന് പോകുമ്പോഴേക്കും അവിടെ ഇവനെ കൊണ്ട് തോറ്റു. പറയും, നീ എന്തിനാണ് അവനെ ഇവിടെ പിടിച്ചു നിർത്തിയത് എന്നൊക്കെയാണ് മറ്റേ കൂട്ടുകാർ തമ്മിൽ. അപ്പോൾ പറയടാ, ഞാൻ പിടിച്ചു നിർത്തിയൊന്നുമില്ല, നീ മദ്യം വാങ്ങാൻ പോയി എന്ന് പറഞ്ഞപ്പോൾ അവനോട് നിന്നെ കാത്തു നിന്നതാണ്, പൊയ്ക്കോളാൻ ഞാൻ കുറേ പറഞ്ഞതൊക്കെ കേൾക്കണ്ട, അവനിങ്ങനെ പോയി എവിടെ ചെന്നെത്തും, അവൻ്റെ ജീവിതം ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയും. അവർക്ക് ഭയങ്കര വിഷമമാണ് അനിയുടെ കാര്യത്തിൽ. എന്തായാലും നോക്കി കണ്ടൊക്കെ പോയാൽ മതിയായിരുന്നു എന്നൊക്കെ അങ്ങനെ പറയാണ്. അപ്പോൾ അവിടെ നന്ദു ഭയങ്കര ചെക്കിങ്ങിലും കാര്യങ്ങളൊക്കെയാണ്, ആൾക്കാർ പിടിച്ചെറിച്ച്. അപ്പോൾ ഒരു പയ്യൻ നിർത്തിയാൽ MLAയുടെ അനിയൻ്റെ മോനാണ് പറയും. അപ്പോൾ നന്ദു പറയും, ഇനിയിപ്പോൾ MLAയുടെ മോൻ തന്നെയാണെങ്കിൽ ഞങ്ങൾ ചെയ്യാനുള്ള ഡ്യൂട്ടി ഞങ്ങൾ ചെയ്യും, നീ ഒരു കുഴിയിൽ പോയി തലയും കുത്തി വീണ്ടിട്ടുണ്ടെങ്കിൽ അത് MLAൻ്റെ മകൻ്റെ അനിയൻ്റെ മകനാണ് ഞാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുറിഞ്ഞിൻ്റെ തലയിൽ മുറിവാകാതിരിക്കുമോ? ഒന്നുമില്ലല്ലോ. നിങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങളെ ഇങ്ങനെ ചെക്കിങ്ങിന് ഇവിടെ നിർത്തിയിരിക്കുന്നത്, അതുകൊണ്ട് ഫൈൻ അടച്ചിട്ട് പോകാൻ നോക്കുകയെന്ന് പറയും. അങ്ങനെ നീ മദ്യപിച്ചിട്ടുണ്ടോ? അപ്പോൾ ആ ഒരു മീറ്റർ ഇതുണ്ടല്ലോ, അപ്പോൾ അതിൽ ഊതാൻ പറയുമ്പോൾ, ഇല്ല മാഡം മദ്യപിച്ചിട്ടൊന്നുമില്ല അറിയും കൂടെയുള്ള പോലീസ്, എന്നാൽ പിന്നെ ഫൈൻ അടച്ചിട്ട് പോകാൻ നോക്കറിയും. അപ്പോഴേക്കും കാണാൻ അനി വരുന്നത്. അപ്പോൾ അവൻ ആദ്യം വരുന്ന വഴിക്ക് ഒരുത്തം ഫുൾ ഫിറ്റായിട്ടാണ് വരുന്നത്. അപ്പോൾ ഒരുത്തൻ പറയും, ഇത് ആ വഴി പോകണ്ട, അവിടെ ചെക്കിങ് ഉണ്ട് അറിയും. അപ്പോൾ എവിടെ ചെക്കിങ് നോക്കുമ്പോൾ ഇത് അവിടെയാണ് അറിയും. അവിടെയാണ്, എന്നാൽ ഞാൻ അങ്ങോട്ട് തന്നെ പോകുന്നു പറഞ്ഞിട്ട് അങ്ങനെ ബൈക്ക് കൊടുത്ത് അങ്ങോട്ട് ചെല്ലുമ്പോൾ ദൂരെ നിന്ന് കണ്ടു അവിടെ നന്ദു നിൽക്കണത്, പോലീസുകാരുണ്ട്. അതിൽ അവൻ അപ്പോഴാണ് ഹെൽമെറ്റ് എടുത്ത് വെക്കുന്നത്. ഹെൽമെറ്റ് എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ പോരുന്ന സമയത്ത് നന്ദുവിന് സംശയം ഇട്ടു. അപ്പോൾ ഇങ്ങനെ നോക്കും, വണ്ടി നിർത്തുകയെന്നറിയും. വണ്ടി നിർത്തുമ്പോൾ പിന്നെ ഇപ്പം അനിയാന്ന് കാണുമ്പോൾ മനസ്സിലാവും അനി പ്രശ്നമാക്കാൻ തന്നെ വന്നതാണ്. പറയും, നീ വീട്ടിൽ പോകുന്ന പറയും. അപ്പോൾ പറയും, പോകണ്ട, ഞാൻ കുടിച്ചിട്ടുണ്ട്, എന്നെ നോക്ക്, ഞാൻ കുടിച്ചിട്ടുണ്ടോ ഇല്ലേ നോക്ക്, ഞാൻ കുടിച്ചിട്ടുണ്ട് എന്ന് പറയും. അങ്ങനെ കുടിക്കുക പറഞ്ഞിട്ട് ഊതാൻ പറയുകയാണ്. അങ്ങനെ ഊതുമ്പോൾ പറയും, നല്ല ഫിറ്റാണ് മാഡം, എന്താ ചോദിക്കും. അപ്പോൾ ആ MLAയുടെ അനിയൻ്റെ മകൻ അവിടെ നിൽക്കുന്നത്. അപ്പോൾ പറയും, അതെന്താ മാഡം, എല്ലാവർക്കും ഒരേ നിയമം തന്നെയല്ലേ, ഇദ്ദേഹത്തിന് എന്താ വേറെ നിയമം നോക്കിയപ്പോൾ, നിയമമൊക്കെ എല്ലാവർക്കും ഒരുപോലെ തന്നെയാണ്, വലിയൊരു മനുഷ്യൻ്റെ കൊച്ചുമോനാണ്, അദ്ദേഹത്തിൻ്റെ പേര് നാശാക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ കാണിക്കുന്നത്
എന്നറിയും. നിയമമൊക്കെ എല്ലാവർക്കും ഒരേപോലെ തന്നെയെന്ന് അറിയാൻ. അപ്പോൾ എന്താ പോയിക്കോ, മറ്റേ പയ്യനോട് പോയിക്കോളാൻ പറയാൻ കേട്ടോ. അത് കഴിഞ്ഞിട്ട് പോലീസുകാരനോട് പറയും അയാളെ ബൈക്ക് കൊടുത്തിട്ട് പിന്നാലെ പോരും, ഇവനോട് വണ്ടി കയറുമെന്ന് പറയും. അപ്പോൾ ഇങ്ങനെ നിൽക്കണം. അങ്ങനെ കൊണ്ടുപോകും, നീ എന്നെ അങ്ങനെ കൊണ്ടുപോകുന്നറിയാം, നീ എന്നെ നാണം കെടുത്തരുതെന്ന് അറിയിട്ടോ, ഞാൻ നിന്നെ നാണം കെടുത്തുന്നില്ല, എന്നെ സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ടോ എന്നൊക്കെ പറയും. അങ്ങനെ വലിച്ച് കയറ്റി വണ്ടി കയറ്റി കൊണ്ടുപോവാണ്. കൊണ്ടുപോയിട്ട് അവിടെ ചെന്ന് നിൽക്കുമ്പോൾ പറയാം ഇറങ്ങി വാടാ എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ പറയാൻ നീ എന്നെ തല്ലിക്കോ, എനിക്കൊരു കുഴപ്പമില്ല, പക്ഷെ ഞാനിങ്ങനെ തന്നെയുള്ളൂ ചെയ്യാന്ന് പറയും. നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, നീ വലിയൊരു വീട്ടിലെ ആ ഒരു മുത്തശ്ശനെ കുറിച്ച് നീ ആലോചിക്കണം, വേറെ ആരെയും കുറിച്ച് ആലോചിക്കേണ്ട. മദ്യം കേൾക്കുമ്പോൾ ദേഷ്യം വരുന്നതാണ് അദ്ദേഹത്തിന്. അങ്ങനെയുള്ള അദ്ദേഹത്തിൻ്റെ മകനെ, കൊച്ചുമകനല്ലേ നീ എന്തിനാണ് ഇങ്ങനെ നശിക്കുന്നതെന്ന് പറയുമ്പോൾ ഞാൻ നശിക്കും എന്നൊക്കെ ഇങ്ങനെ പറയും. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോൾ ഒരു പോലീസുകാരൻ മറ്റൊരാളെ ചെവി പറയുകയാണേ, ഇത് പിന്നെ വലിയ വീട്ടിലെ പയ്യനായതുകൊണ്ടായിരിക്കാം അങ്ങനെ എന്തോ ഒരു കമൻറ്റ് പറയുന്നുണ്ട്. അപ്പോൾ പറയും നിങ്ങളെന്താ ഉദ്ദേശിച്ചത്, നിങ്ങളെന്തിനാ അയാളുടെ ചെവിയിൽ അങ്ങനെ പറയുന്നത് നന്ദ് പറയുന്നതാണ്. എൻ്റെ 2 ചേച്ചിമാരുടെ പിന്നെ ഇവൻ്റെ ഏട്ടന്മാരാണ് എൻ്റെ 2 ചേച്ചിമാരെയും കല്യാണം കഴിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അവിടുത്തെ ഫുൾ ഡീറ്റെയിലിനെ പറ്റിയിട്ടാണ് പറയുന്നത്. അവിടുത്തെ എല്ലാ കാര്യങ്ങളും ഇവർക്ക് അറിയാലോ, പുതിയ ആൾക്ക് അറിയാലോ എന്നുള്ളതിൽ. അപ്പോൾ അവിടുത്തെ എല്ലാ വിവരങ്ങളും കൊണ്ട് എനിക്കറിയാം. എൻ്റെ ചേച്ചിമാരുടെ ഭർത്താക്കന്മാർ ഇവൻ്റെ ചേട്ടന്മാരാണ്. അതുകൊണ്ട് അവർ ഞങ്ങളടുത്ത ബന്ധുക്കളാണ്. അപ്പോൾ ഞങ്ങൾക്ക് പിന്നെ എനിക്ക് വിവരങ്ങൾ അറിയാതിരിക്കും. പിന്നെ നിങ്ങളെന്തിനാ അയാളുടെ ചെവിയിലത് പറയുന്നത് എന്ന് പറയും. അപ്പോൾ പറയും നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കണമെങ്കിൽ എന്നോട് നേരിട്ട് ചോദിക്കും എന്നൊക്കെ അങ്ങനെ പറയണ്ടിട്ടാനി. അങ്ങനെ അവനെ കൊണ്ടുപറയും ലോക്കപ്പിലിടണമെങ്കിൽ ലോക്കപ്പിലെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ റൂമിലേക്ക് മറ്റേ ഓഫീസ് റൂമിലേക്ക് മാറ്റുകയാണ്. അങ്ങനെ അവിടുന്ന് പറയും നിന്നോട് എത്ര പറഞ്ഞാലും അനി നിനക്കെന്താ മനസ്സിലാവാത്തത് എന്നൊക്കെ പറയും. എനിക്ക് മനസ്സിലാവും, അവളെൻ്റെ ജീവിതത്തിൽ നിന്ന് തന്നെ പോകണം, അവളെൻ്റെ ജീവിതത്തിൽ പാടില്ല, അത്രയ്ക്ക് ഞാൻ മടുത്തു. പിന്നെ കാരണം അവൾ പോയിട്ട് ഞാൻ വരുമെന്ന് നീ വിചാരിക്കുകയേ വേണ്ടെന്നറിയും. നീ വന്നില്ലെങ്കിൽ അവളെൻ്റെ ജീവിതത്തിൽ നിന്ന് പോലും, നീ എന്നെ ലോക്കപ്പിലിട്ടോന്നറിയും. നിന്നെ ലോക്കപ്പിലൊന്നും ഞാൻ ഇടുന്നില്ല എന്നറിയും. അപ്പോൾ എന്നാൽ ഒരു ദിവസം അവളുടെ മുഖം എനിക്ക് കാണണ്ടല്ലോ, നിനക്കറിയില്ല ഞങ്ങളൊരു ബെഡ്റൂമിൽ 2 വ്യക്തികളായിട്ടാണ് കഴിഞ്ഞത്. ദാമ്പത്യത്തിൻ്റെ കാര്യമൊക്കെ പറയട്ടെ, അത് പോക്കാണ്, എല്ലാവർക്കും അറിയാം അവൾ എൻ്റെ ജീവിതത്തിലില്ല. ഇനി എല്ലാവരും കൂടി കണ്ണികൾ വളക്കി ചർക്കിക്കാൻ നോക്കിയാൽ അത് വല്ലാണ്ടൊന്നും പോവില്ല, അത് പൊട്ടിപ്പോവുള്ളൂ ചെയ്യുക എന്നൊക്കെ അങ്ങനെ പറയും. അതുകൊണ്ട് നീ അവളെ ഒഴിവാക്കിയിട്ട് വേണം ഞാൻ സ്നേഹിച്ച പെണ്ണിനെ എനിക്ക് കല്യാണം കഴിക്കാൻ എന്നിങ്ങനെ പറയാണ്. അപ്പോൾ പറയും നന്ദ് പറയും എനിക്ക് വേണ്ട ഒരു 2ാം കെട്ടുകാരനെ. ഓഹോ അത് ശരി, ഞാൻ 2 കെട്ടുകാരനൊന്നുമല്ല, ഞാൻ കെട്ടിയെന്ന് തന്നെയുള്ളൂ, അങ്ങോട്ട് ഞങ്ങൾ ഒരുമിച്ച് ജീവിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ എങ്ങനെ ഞാൻ 2ാം കെട്ടുകാരനാവുക? അവളെൻ്റെ ഭാര്യ എന്ന് പറഞ്ഞിട്ട് അവളല്ലേ നടക്കുന്നത്, ഞാനാണോ നടക്കുന്നത്? അങ്ങനെയാണ് ഇങ്ങനെയാണ് അപ്പടിയാണ് ഇതിലിങ്ങനെ നിന്ന് ആടിക്കുഴഞ്ഞ്. അപ്പോൾ പറയും ഞാൻ എന്താ ചെയ്യേണ്ടത്, നീ എന്നെ ഇങ്ങനെ നാണം കെടുത്തരുത്, എനിക്കൊരു നിലയും വിലയുണ്ട് ഈ സ്റ്റേഷനിൽ, അത് നീ ഇല്ലാണ്ടാക്കല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയും. മര്യാദയ്ക്ക് ജോലി ചെയ്യണം ഞാൻ, നീ എന്നെ ഇത്രത്തോളം ഇതാക്കലേ എന്നൊക്കെ കുറേ പറയുന്നുണ്ട് കേട്ടോ നന്ദു. എന്ത് പറഞ്ഞിട്ട് അവനെന്താ കാര്യം? അപ്പോൾ പറയും ആദർശേട്ടനും എല്ലാവരും അവർക്കൊക്കെ ഇപ്പോൾ എന്താ, അവർക്കൊന്നും അറിയണ്ട, അവർക്കൊക്കെ സുഖമയം, എൻ്റെ കാര്യമല്ലേ പോയത്, എൻ്റെ കാര്യം കട്ട പുകയില്ലേ, ഇതാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ കുറേ പറയുന്നുണ്ട്. എന്തൊക്കെ പറഞ്ഞിട്ടും പിന്നെ അനി അവസാനം പറയും ഇനിയിപ്പോൾ വേണ്ടപ്പെട്ടവരെ തന്നെ വിളിക്കാം എന്ന് പറയും. അപ്പോഴേക്കും ആ പോലീസ് അങ്ങോട്ട് വരും. പറയും എന്താ മാഡം ചെയ്യേണ്ടി വയ്ക്കുമ്പോൾ പറയും ആളെ അപ്പുറത്ത് കൊണ്ടിരുത്ത്, ഞാൻ എന്തായാലും ബന്ധപ്പെട്ടവരെന്ന് അറിയിക്കട്ടെ എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ നയന ആദർശിൻ്റെ അടുത്ത് വന്നിരിക്കുമ്പോൾ ആദർശ് എന്തോ ലാപ്ടോപ്പിലെന്തോ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങോട്ട് വരുമ്പോഴേക്കും ഫോൺ വരികയാണ്. പറയാം നന്ദുവാണല്ലോ വിളിക്കുന്നത് എന്ന് പറയുമ്പോൾ അപ്പോൾ എന്താ മോളെ, എന്താ വിളിച്ചത് ഈ നേരത്തെ, എന്താ പ്രശ്നം എന്ന് വയ്ക്കും. അപ്പോൾ പറയും ആദർശേട്ടനെ കൊട്ടി ചേച്ചി പെട്ടെന്ന് സ്റ്റേഷനിലേക്ക് ഒന്ന് വാ എന്ന് പറയും. അപ്പോൾ ചോദിക്കും എന്താ കാര്യം മോളെ എന്ന് വയ്ക്കും. ഒന്നും പറയണ്ട, ഇവിടെ ഉണ്ട് ഒരാൾ എന്ന് പറയും. ആര്? ചേച്ചിയുടെ അനിയൻ തന്നെ അവനെന്താ ചെയ്തു, അവനെന്താ പറ്റിയൊക്കെ? ഒന്നുമില്ല, മൂക്കറ്റ മദ്യപിച്ചിട്ട് എൻ്റെ മുന്നിൽ വന്ന് ചാടി, ഞാൻ ഇത് അങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട് സ്റ്റേഷനിലേക്ക്, ഒന്ന് വിളിച്ചും കൊണ്ട് പോവുമോ, ഒന്നിങ്ങോട്ട് വന്നേ, നിങ്ങൾ ബാക്കിയൊക്കെ പറയാം എന്ന് പറയണേ. അപ്പോൾ പറയും എന്തൊരു കഷ്ടം അവനെ കൊണ്ട്. അപ്പോൾ എന്താ പറയുക അനിയുണ്ട് ഇത്ര പോലീസ് സ്റ്റേഷനിൽ എന്ന് പറയും. അപ്പോൾ പറയും അതെന്താ? അവൻ മൂക്കറ്റ മദ്യപിച്ചു എന്ന് പറയും. അപ്പോൾ അവൻ്റെ കല്യാണ തലേന്നും അപ്പോൾ ഇങ്ങനെ മദ്യപിച്ചതല്ലേ. അപ്പോൾ പറയും അവൻ എന്തുദ്ദേശിച്ചിട്ടാണ് ഈ നടക്കുന്നത്, എനിക്കൊന്നും അറിയില്ല ആദർശമായിട്ട്, അവൾ പെട്ടെന്ന് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞിരിക്കുകയാണെന്ന് പറയും. അപ്പോൾ എന്തായാലും ഞാനൊന്ന് ഡ്രസ്സ് മാറട്ടെ, അല്പം നീ ഒന്ന് പോയി പെട്ടെന്ന് ഡ്രസ്സ് മാറിയിട്ട് വാ എന്നിങ്ങനെ പറയാണ്. അപ്പോൾ പറയും എനിക്ക് ഡ്രസ്സൊന്നും മാറണ്ട, ഇതന്നെ മതി, രാത്രിയല്ല ആര് കാണാനാന്ന് പറഞ്ഞിട്ട് അങ്ങനെ രണ്ടുപേരും കൂടെ ഇനിയിപ്പോൾ ഇവിടെ ആരും അറിയണ്ട, നമ്മൾ പോണ വിവരം ഇവിടെ ആരും അറിയണ്ട എന്ന് പറഞ്ഞിട്ട് അങ്ങനെ രണ്ടുപേരും പെട്ടെന്ന് സ്റ്റേഷനിലേക്ക് പോവുകയാണ്. സ്റ്റേഷനിലെത്തുമ്പോഴേക്കും നന്ദുണ്ട് ചിലപ്പോൾ എന്താ മോളെ എന്താ കാര്യം എന്ന് ചോദിക്കും.
അപ്പോൾ അങ്ങോട്ട് ഉള്ളിലേക്ക് ചെല്ലുകയാണ്. നിങ്ങൾ വന്നോ എന്ന് ചോദിക്കും നന്ദു. അപ്പോൾ പറയും ഞാൻ എന്താ ചേച്ചി ചെയ്യേണ്ടത്, കള്ള് കുടിച്ചിട്ട് പിന്നെ എൻ്റെ മുന്നിലാണ് വന്ന് മനഃപൂർവ്വം വന്നതാണ് ഞാൻ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അപ്പോൾ പറയും അനിയുടെ ആ കൂട്ടുകാരില്ലേ അവരെ പിടിക്കണ്ടേ, അവരൊരു തെറ്റും ചെയ്തില്ല, അവർ നിരപരാധികളാണ്, അവന്മാരെ ഞാൻ വിളിച്ചിരുന്നു. അപ്പോൾ അനി മനഃപൂർവ്വം അവരുടെ നിന്ന് മദ്യപിച്ചിട്ട് വന്നതാണ്, അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എന്നൊക്കെ പറയുന്നു കേട്ടോ. അപ്പോൾ പറയും ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇവൻ്റെ ഭാവി എന്താവും, ഇവനെന്ത് കണ്ടിട്ടാണ് ഈ നടക്കേണ്ടതെന്ന് നമുക്കറിയില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ പറയും ഇനിയിപ്പോൾ എന്ത് പറയാനാ, നീയും നന്ദുവിൻ്റെ ചേച്ചിമാരൊക്കെ കൂടി അവൻ്റെ ജീവിതം തൊലച്ചു എന്നിങ്ങനെ പറയുന്നുണ്ട് നയന. അപ്പോൾ പറയുക അതിനെപ്പറ്റി പറയേണ്ട ആദർശേട്ടാ അങ്ങനെ പറയണേ. അങ്ങനെ പിന്നെ പറയും ഇങ്ങനെ എനിക്ക് ഈ സ്റ്റേഷനിൽ കുറച്ചൊരു നിലയും വിലയുണ്ട് ആദർശേട്ടാ, അത് ഈ അനിയായിട്ട് ഇല്ലാണ്ടാക്കും. ഞാൻ മര്യാദയ്ക്ക് ജോലി ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പ്രൊഫഷൻ തന്നെ തിരഞ്ഞെടുത്തത്. ഇങ്ങനെ പോവുകയാണെങ്കിൽ എനിക്കിത് നിർത്തി പോകേണ്ട അവസ്ഥയാണ് വരുന്നത്. നിങ്ങളൊക്കെ പറഞ്ഞ പോലെ ഞാൻ അവനെ ഫോൺ ചെയ്യുന്നില്ല, ഞാൻ അവൻ്റെ ഫോൺ അറ്റൻഡ് ചെയ്യുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. വീട്ടിൽ പോയി അമ്മ പറയും പോലെയൊക്കെ തന്നെയാണ് ഞാൻ അനുസരിക്കുന്നത്. നിങ്ങളും അതുപോലെ തന്നെ അവനെ പറഞ്ഞ് മനസ്സിലാക്കണം. അമ്മ വല്യമ്മയൊക്കെ ആദർശേട്ടൻ്റെ അമ്മയും ഒക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അല്ലാതെ പിന്നെ ഞാൻ എന്താ പറയുക എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ പറയുന്നുണ്ട് എന്തായാലും അവനെ ഇവിടുന്ന് വിളിച്ചുകൊണ്ട് പോകണം എന്നൊക്കെ അങ്ങനെ പറയുകയാണേ. അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ പത്രമാറ്റിൻ്റെ, കൊണ്ടുപോയിട്ടില്ല സ്റ്റേഷനിൽ തന്നെയാണ്. അപ്പോൾ പിന്നെ എന്തായാലും എപ്പിസോഡുകൾ അനിയുടെ ഇത് കാണണം. അത് അവനത്രയും മാനസികമായിട്ടുള്ള വിഷമം അനുഭവിക്കുന്നുണ്ട്. കാരണം അനാമിക അവൻ്റെ ജീവിതത്തിൽ നിന്ന് പോകണം എന്നുള്ള ഒരൊറ്റ വാശിയിലാണ് അവൻ നടക്കുന്നത്. എന്തായാലും ഇന്നത്തെ പത്രമാറ്റ് മിസ് ചെയ്യേണ്ട എല്ലാവരും കാണാം. അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണൊക്കെ നിർത്തി ഒന്ന് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കും തരണം കേട്ടോ. ഓക്കെ, താങ്ക് യു.